നമസ്കാരം. ബി.ജെ.പി. നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന വി മുരളീധരന് ചാരവനിതയായ ജ്യോതി മൽഹോത്രയെ നേരത്തെ തന്നെ അറിയാമെന്ന ആരോപണത്തിന് പിന്നാലെ മുരളീധരന്റെ ഭാര്യയ്ക്കെതിരെയും ആരോപണങ്ങൾ തൊടുത്തുവിട്ട് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. DRDOയിൽ അരുൺ രവീന്ദ്രൻ എന്നയാൾക്ക് ID കാർഡ് അനധികൃതമായി നൽകുകയുണ്ടായി. വി മുരളീധരന്റെ ഭാര്യയുടെ NGO സഹായിയാണ് അരുൺ രവീന്ദ്രൻ. ഒരു കേസിൽ ജയിലിലായ അരുൺ രവീന്ദ്രൻ ജാമ്യത്തിലിറങ്ങിയ ശേഷം എവിടെ പോയി? അയാൾ ഇപ്പോൾ ജീവനോടെയുണ്ടോ? ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് വി മുരളീധരനാണ്. നേരത്തെയും ഈ വിഷയത്തിൽ വി മുരളീധരനെതിരെ സന്ദീപ് വാര്യർ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരുമെന്നും ജ്യോതിയുടെ വിദേശയാത്രകൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു. വാഗ ബോർഡിൽ വെച്ച് പാസ്പോർട്ട് പരിശോധിക്കുന്ന സൈനികനോട് ജ്യോതി മൽഹോത്ര ഹരിയാന BJP എന്ന് പറയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരള BJPയിലെ ശമ്പളം പറ്റുന്ന മാധ്യമ വിഭാഗം മേധാവി ജ്യോതി മൽഹോത്രയെ മന്ത്രിയുടെ PR വർക്കിന് വേണ്ടി അസൈൻ ചെയ്തതല്ലേ എന്നും ഈ മാധ്യമ വിഭാഗം മേധാവിയുടെ ദില്ലിയിലുള്ള വീട്ടിൽ താമസിച്ചല്ലേ DRDO ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഒരുത്തൻ തട്ടിപ്പ് നടത്തിയത് എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു. കേരള ടൂറിസം വകുപ്പിന്റെ ക്ഷണമനുസരിച്ച് വരുന്നത് 2024 ജനുവരിക്ക് ശേഷം മാത്രമാണ്. എന്നാൽ വി മുരളീധരന്റെ വന്ദേ ഭാരത് ഉദ്ഘാടന മഹാമഹ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ജ്യോതി 2023 സെപ്റ്റംബറിൽ തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ജ്യോതി മൽഹോത്രയെ കേരളത്തിലെ 2ാം വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം വിമാനത്താവളം പോലുമില്ലാത്ത കാസർഗോഡ് എത്തിച്ചതാരാണ് എന്നും വി മുരളീധരൻ മറുപടി പറയണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു. സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ആവർത്തിച്ചു പറയുന്നു, വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസത്തെ യാത്രയ്ക്ക് പാസുകൾ നൽകിയത് BJP ഓഫീസിൽ നിന്നുമാണ്. വി മുരളീധരന് വേണ്ടപ്പെട്ടവർക്കാണ് പാസുകൾ കൂടുതലായി കിട്ടിയത്. ബാക്കി സുരേന്ദ്ര അനുകൂലികൾക്കും. അന്ന് തന്നെ വടകര MP ആയിരുന്ന ശ്രീ K മുരളീധരൻ ഈ ഉദ്ഘാടനത്തെ വി മുരളീധരന്റെ PR ഷോയാക്കി മാറ്റിയതിനെതിരെ പ്രതികരിച്ചിരുന്നു. ജ്യോതി മൽഹോത്രയെ ഡൽഹിയിൽ നിന്നും കാസർഗോഡ് എത്തിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ച് മാധ്യമപ്രവർത്തകനായിരുന്ന മറ്റ് പല കേസുകളിലും ആരോപണ വിധേയനായിരുന്ന സംഘപരിവാർ നേതൃത്വത്തിലെ പലർക്കും ശക്തമായ വിയോജിപ്പുള്ള വ്യക്തിയല്ല എന്ന് മുരളീധരന് പറയാൻ കഴിയുമോ? ഇദ്ദേഹത്തിന്റെ ഭാര്യ മുരളീധരന്റെ സ്റ്റാഫ് ആയിരുന്നില്ലേ? മുരളീധരന്റെ PR വർക്കിന് വേണ്ടിയാണോ ജ്യോതി മൽഹോത്ര കാസർഗോഡ് എത്തിയത് എന്ന് അന്വേഷിക്കട്ടെ. രാജ്യമെമ്പാടും നിരവധി വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതിനു ശേഷം കേരളത്തിലെ 2ാമത്തെ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി കാസർഗോഡ് പോലെ വിമാനത്താവളം പോലും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ജ്യോതി മൽഹോത്ര എത്തിച്ചേരണമെങ്കിൽ അതിന് പിറകിലുണ്ടായ ചേതോ വികാരം എന്തായിരിക്കാം? വി മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പല ഇടപാടുകളും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും നിലവിലെ BJP സംസ്ഥാന നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകും. നിരവധി വിഷയങ്ങളിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തു വരാനിരിക്കുകയാണ്. വി മുരളീധരന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഭയന്നിട്ടുണ്ട്. പാസ് നൽകിയത് ആരാണ് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ജ്യോതി മൽഹോത്രയെ പോലെ പലരും പല സ്ഥലങ്ങളിലും പാസ് എടുക്കാതെ പാസ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ടല്ലോ. കൂടുതലൊന്നും പറയിപ്പിക്കരുത്.